എൻ്റെ കൃഷിത്തോട്ടം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫ്രാൻസിസ്ക എഡ്വേർഡ്. ഞാൻ വയനാട് കൊല്ലത്ത് താമസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എൻ്റെ വീട്ടിലെ അമ്പഴങ്ങയെക്കുറിച്ചാണ്. അമ്പഴങ്ങ എന്ന് വെച്ചാൽ ഞാൻ അതിൽ രണ്ട് മൂന്ന് അമ്പഴങ്ങ. ഇതാണ് അമ്പഴങ്ങ. ഞാൻ ഓർക്കുന്നു, ഞാൻ കുഞ്ഞായിരുന്നപ്പം ഞാൻ വളർന്നെടുത്ത് എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ ഞാൻ കുരുത്തക്കേടായിരുന്നു ഭയങ്കര. അപ്പോൾ ഒത്തിരി കുരുത്തക്കേട് കാണിക്കുമ്പം അവർ വഴക്ക് പറയുമ്പോൾ ഞാനിങ്ങനെ തുറിച്ച് നോക്കിയിട്ട് മുഖമൊക്കെ വീർപ്പിച്ച് കവിള് വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ ചോദിക്കും, ഞാൻ മിണ്ടാതെ നിൽക്കുമ്പം ചോദിക്കും, നിൻ്റെ വായിൽ അമ്പഴങ്ങയാണോടി എന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ നമ്മൾ കേട്ടിട്ടില്ലേ, ആനവായിൽ അമ്പഴങ്ങ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ അമ്പഴങ്ങയാണ് ഇത്. അപ്പം ഇത് ഹൈബ്രിഡാണ്. അതുകൊണ്ട് ഇത്രയും ചെറിയ മരത്തിൽ നിന്ന് നമുക്ക് എപ്പോഴും ഒത്തിരി അമ്പഴങ്ങ കിട്ടും. ഞാൻ മിക്കവാറും അച്ചാർ ഇടാറുണ്ട്. ഞാൻ കുഞ്ഞിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ലേഡി ഒരു തുണി ഇട്ടിട്ട് അതിൽ നിറച്ച് അമ്പഴങ്ങ ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് കൊണ്ടുവരുമായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ തോന്നുമായിരുന്നു. നല്ല രസമായിരുന്നു. ഒരു രൂപ കൊടുത്തിട്ട് ഒരു അമ്പഴങ്ങ ഇങ്ങനെ മേടിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പം അതിന് നല്ല ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് അച്ചാർ മാത്രമല്ല, ജാം ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം. പിന്നെ ഇതിൽ കണ്ട ചെറിയ ചെറിയ അമ്പഴങ്ങ നിൽക്കുന്ന കണ്ടോ, ഒത്തിരി ഉണ്ട് അതിനകത്ത് ചെറുത്. ഇതിൻ്റെ ഈ തണ്ടും ഇലയും ഒക്കെ നീരെടുത്ത് ഈ ഭയങ്കരമായിട്ട് കൊക്കി ചുമയ്ക്കത്തില്ലേ നമ്മൾ, അങ്ങനെ ചുമയ്ക്കുമ്പം ആ ചുമയ്ക്കൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പം ചോറിനൊക്കെ ടേസ്റ്റ് കിട്ടാനും ഈ അമ്പഴങ്ങ അച്ചാറായിട്ടും ഉപ്പിലിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കണ്ടോ, ഇതിലൊക്കെ ചെറിയ ചെറിയ അമ്പഴങ്ങ വരുന്നുണ്ട്. എപ്പോഴും ഉണ്ട് ഇതിനകത്ത് അമ്പഴങ്ങ. അപ്പം എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഒരു ചെറിയ അമ്പഴങ്ങ മരമുണ്ടെങ്കിൽ ഒത്തിരി നല്ലതല്ലേ. നമുക്ക് കടയിൽ നിന്നൊന്നും വിഷമുള്ളതൊന്നും വാങ്ങിച്ച് കഴിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പം നമുക്ക് അമ്പഴങ്ങ ഇങ്ങനെ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം. നല്ലൊരു രസമാവും. ഒത്തിരി പുളിയൊന്നുമില്ല. അപ്പം നല്ല ടേസ്റ്റാണ്. ഞാനിങ്ങനെ ചുമ്മാ നടക്കുമ്പോൾ പറമ്പിലുള്ള മിക്ക ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. അപ്പം അതൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് കഴിക്കാറുണ്ട്. അതൊക്കെ ഒരു രസമാണ്. പണ്ട് ജോലിക്ക് പോകുമ്പോൾ അതിനൊന്നും സമയമില്ലായിരുന്നു. പക്ഷേ ഇപ്പം അതിനൊക്കെ നല്ല സമയമുള്ളതുകൊണ്ട് ഞാൻ ചെടികളുടെ കൂടെ നിന്ന് അവരെ തലോടുകയും അവർക്ക് വളമിടുകയും അവരെ പരിചരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുകയും അവരുടെ രോഗങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് അത് തക്കതായ ഫലം തരുന്നുണ്ട്. അപ്പം നമ്മൾ പ്രകൃതിയുമായിട്ട് എൻജോയ് ചെയ്ത് ദൈവം സൃഷ്ടിച്ച ഈ എല്ലാ ജീവജാലങ്ങളെ സ്നേഹിച്ച്, ലവ് ബേർഡ്സിനെയും എല്ലാവരെയും സ്നേഹിച്ച് ഒരു ഉല്ലാസ ജീവിതം, ഒരു പറുദീസയാണിത്. അതിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു ചെറിയ വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പം പറ്റി ഒത്തിരി പറയാനൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പം ഇനിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ മൊബൈൽ നമ്പർ 8547577169. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. 406 ഉള്ളൂ. അത് 2 പേര് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്യണേ. എനിക്ക് നമ്പറൊന്നും കിട്ടാൻ ഒത്തിരി ആൾക്കാരെ കിട്ടാനൊന്നുമല്ല, പക്ഷേ എല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ട് എൻ്റെ കൂടെ ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയൊക്കെ സ്വന്തം വീട്ടിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് എല്ലാ ദിവസവും ഞാനൊരു വീഡിയോ എന്തെങ്കിലും ചെറുതിട്ടിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബായ്.